കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ 93 ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ വരുന്ന 108 ദിവസങ്ങളിലും, അതായത് 93 ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് 94ാമത്തെ ദിവസത്തെ ഉപാസനയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ 93 ദിവസങ്ങളിലും ഇന്ന് 94ാമത്തെ ദിവസത്തിലും അമ്മയുടെ ആ തിരുനാമം ജപിച്ച് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ അർച്ചന ചെയ്യാനായിട്ട് ആ ഭഗവതി സർവ്വലോകേശ്വരി, സർവ നിയന്താവായിട്ടുള്ള ആ അമ്മ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഒരു സന്തോഷമാണ്. ഇത്രയും ദിവസവും നമുക്ക് തുടർച്ചയായിട്ട് അമ്മയുടെ തിരുനാമം ജപിച്ച് അമ്മയെ ഉപാസിക്കാനുള്ള ആ ഒരു അനുഗ്രഹം അമ്മ നമുക്ക് നൽകിയതിന് ആദ്യം അമ്മയോട് നന്ദി പറയാം. അമ്മയുടെ തിരുനാമം ജപിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാകും. അതുമാത്രമല്ല, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമുണ്ടാകും, നമുക്ക് നമ്മളിൽ ഒരു ആത്മവിശ്വാസമുണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് ആ ഈശ്വരനിലേക്കുള്ള വഴി, ആ അമ്മയിലേക്കുള്ള വഴി തുറന്നു തരുന്നത് അമ്മയുടെ തിരുനാമ ജപത്തിലൂടെ മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കരുത്ത്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കരുത്ത്, ആ കരുത്ത് നേടുന്നതിനുള്ള ആദ്യത്തെ ഒരു ചുവടുവയ്പ്പാണ് അമ്മയുടെ തിരുനാമജപം. അമ്മയുടെ തിരുനാമജപം നമ്മളെ എല്ലാവിധ ആരോഗ്യ സൗഖ്യത്തിലേക്കും നമ്മളെ നയിക്കുന്നതാണ്. നമുക്ക് ജീവിക്കാനുള്ള ഒരു കരുത്ത്, ആ കരുത്തെന്നുള്ള ഒരു സമ്പത്ത് അത് അമ്മ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നാം ദുർബലമാണെന്ന് ഒരിക്കലും, അല്ലെങ്കിൽ ദുർബലരാണെന്ന് നമുക്കൊരിക്കലും തോന്നുകയില്ല എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. കാര്യം എന്താണ്? നമ്മൾ കരുത്തരാണ് എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ കരുത്തല്ല നമുക്ക് അന്നേരം ആ സമയത്തുണ്ടാവുന്നത്. നാം എല്ലാം ആ അമ്മയുടെ ആ ചൈതന്യം തന്നെയാണ്, ആ ആത്മചൈതന്യം തന്നെയാണ്, അമ്മയാകുന്ന ആ ചൈതന്യം തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ ഞാനായിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കരുത്തിലൂടെ നാം ആ കരുത്താർജിക്കുന്നതിനനുസരിച്ച് നമ്മുടെ തല കുനിഞ്ഞു വരും. എന്തുകൊണ്ടാണ്? ആ വിനയത്തിൻ്റെ, ആ എളിമയുടെ, ആ ഭക്തിയുടെ, ആ നന്മയുടെ, ആ സൗഭാഗ്യങ്ങളുടെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വിനയം താനെ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധികളായിട്ട് മാറുന്നു. നമുക്ക് എല്ലാവിധ സമൃദ്ധിയും അഭിവൃദ്ധിയും അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഉപാസന കൊണ്ട്, ഭഗവാന്റെ നാരായണന്റെ ഉപാസന കൊണ്ട് നമുക്കെല്ലാം ലഭിക്കുന്നതാണ്. അപ്പം അതിൽ അടിയുറച്ച് വിശ്വസിക്കുക, അടിയുറച്ച് മുന്നോട്ട് പോവുക, ഇടയ്ക്കുള്ള തടസ്സങ്ങളെ തട്ടി നീക്കുക. ജീവിതത്തിൽ ഉപാസനയിൽ തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകും. ഇതിനെല്ലാം അതിജീവിച്ച് തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നാം അത് ഈശ്വരന് നമ്മളെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണല്ലോ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവുന്നത്. ഇതെല്ലാം ഓരോരോ പരീക്ഷണങ്ങളാണ്. നാം എന്തുപാസന ചെയ്യാനായിട്ട് ആ ഒരു ഘട്ടങ്ങളിലൊക്കെ നമുക്ക് എൻട്രി ടെസ്റ്റ് ഉണ്ടാകും. നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക്, നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കാനാണെങ്കിൽ തന്നെ നമുക്ക് ആദ്യമേ ഒരു എഴുത്തു പരീക്ഷ ഉണ്ടാകും. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ബോർഡ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇതെല്ലാം പാസ്സായതിനു ശേഷം മാത്രമേ നമുക്ക് ആ ജോലിക്ക് യോഗ്യരാണോ എന്ന് ആ ബോർഡ് തീരുമാനിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈശ്വരൻ്റെ കാര്യത്തിലും നമുക്ക് ധാരാളം എൻട്രി ടെസ്റ്റുകൾ, നമുക്കിതിനകത്തേക്ക് പ്രവേശന പരീക്ഷകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഈ പ്രവേശന പരീക്ഷകളെല്ലാം അതിജീവിച്ച്, അതെല്ലാം വിജയിച്ച് നമുക്ക് അതിലേക്ക് എത്താൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ അമ്മയുടെ പടിവാതിലിലേക്ക്, അമ്മയുടെ അടുത്തേക്കുള്ള ആ ഒരു പ്രവേശനം, അമ്മ നമ്മുടെ ആ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ വിളങ്ങുകയുള്ളൂ. അപ്പോൾ ഈ പരീക്ഷണങ്ങളെ എല്ലാം അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് ഭഗവാന്റെയും നാരായണന്റെയും അമ്മ മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനെയും അമ്മയെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ജപം ആരംഭിക്കാം. വളരെ വിശേഷപ്പെട്ട ഒരു തിരുനാമമാണ് ഇന്ന് നമുക്ക് ജപിച്ച് അമ്മയെ ഉപാസിക്കാനുള്ളത്.
ഓം സമുദ്രതനയായേ നമഃ എന്നുള്ള തിരുനാമമാണ് അമ്മയുടെ അവതാരപ്പിറവിയെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു തിരുനാമമാണ്. സമുദ്രത്തിൽ നിന്നും പാലാഴി മഥന സമയത്ത് ആ ഉദയം ചെയ്തതാണ്, അവതാരം ചെയ്തതാണ്. ഈ ലോക നന്മയ്ക്കായിട്ട് ലോകത്തില് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്നവർക്ക് സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും കുടുംബ സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവതാരം കൊണ്ട അമ്മ സമുദ്രത്തിൽ നിന്നാണ് ഉദയം ചെയ്തത്. അപ്പം അതുകൊണ്ട് അമ്മയുടെ അവതാരത്തെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു തിരുനാമമാണ് ഇന്ന് നമുക്ക് ജപിച്ച് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാനുള്ളത്. എല്ലാവരും ഭക്തിയോടുകൂടി അമ്മയെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അമ്മയുടെ അനുഗ്രഹം ഒരു കൈത്താങ്ങായിട്ട്, ഒരു സംരക്ഷണ കവചമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ജപം ആരംഭിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഭക്തിപൂർവ്വം ഈ ജപം കേൾക്കുക, ജപിക്കാൻ സാധിക്കുന്നവര് ജപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജപം ആരംഭിക്കാം. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഓം സമുദ്രതനയായൈ 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 നമഃ.
സമുദ്രതനയായൈ നമഃ. ഓം 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 സമുദ്രതനയായൈ നമഃ. എല്ലാ ഭക്തമനസ്സുകൾക്കും ജീവിതത്തിലുടനീളം ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ജപം ഭഗവാന്റെയും അമ്മയുടെയും പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം പൂജാപുഷ്പങ്ങളായി സമർപ്പിക്കുകയാണ്. ഈ ജപം കേട്ടിരിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും കുടുംബ ഐക്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെയും അമ്മയുടെയും പാദാരവിന്ദങ്ങളിൽ എല്ലാ വാക്കുകളും സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ.